മനസാക്ഷിക്ക് വില കൽപ്പിക്കാതെ രക്ഷിക്കേണ്ടവർ തന്നെ കൊലയാളിയാകുന്ന ജീവിതത്തെ പണമെന്ന അളവുകോലിൽ മാത്രം നോക്കിക്കാണുന്ന ആധുനിക സമൂഹത്തിന് മുൻപിൽ ഒരു ചോദ്യചിഹ്നം ഉയർത്തിക്കൊണ്ടും നന്മയും മാനവികതയും ഉയർത്തിപ്പിടിക്കുന്ന സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ സാധിക്കുമെന്ന ശുഭപ്രതീക്ഷയോടെ ഞങ്ങളുടെ നാടകം ഇവിടെ ആരംഭിക്കുന്നു. മകളെ മാപ്പ്. ശേഷം തീവണ്ടിയിലെ ക്രൂരതകൾ. സ്ത്രീക്കുട്ടിയെ തള്ളിയിടുന്ന ദൃശ്യങ്ങൾ ലഭിച്ചു. ചികിത്സയ്ക്ക് വന്ന കുട്ടിയുടെ വിരൽ മുറിച്ചു കളഞ്ഞ ഡോക്ടറുടെ പിടിയിൽ. ശിവ വായിക്കാൻ പറ്റുന്നൊരു നല്ല വാർത്തകൾ പോലും ഇല്ലല്ലോ. കലികാലം തന്നെ. സുമതി, എന്റെ ഫോണിൽ എടുക്കൂ. സുമതി. ഹലോ ടീച്ചറെ. ചേച്ചി, മോൾക്ക് നല്ല പനിയുണ്ട്. സ്കൂളിൽ വന്ന് കൂട്ടിക്കൊണ്ട് പോകാമോ? അയ്യോ ടീച്ചറെ, ഒന്ന് ശ്രദ്ധിക്കണേ. ഞങ്ങളൊരു 10 മിനിറ്റിന് കേട്ടാം. പേടിക്കാനൊന്നുമില്ല. ഞങ്ങൾ അവളുടെ കൂടെ തന്നെയുണ്ട്. പിന്നെ വൈകുന്നേരം ആകുമ്പോഴേക്കും പനി കൂടുമെന്ന് വിചാരിച്ചിട്ടാണ് വിളിച്ചു പറഞ്ഞത്. ഞങ്ങൾക്ക് 8 വർഷം കൂടി ഉണ്ടായ കുട്ടിയാ. അതുകൊണ്ട് അവൾക്കൊരു മുക്കിപ്പനി വന്നാൽ പോലും ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനാ. ടീച്ചർ ഒന്നും വിചാരിക്കരുത്. ഓക്കെ. എന്താ സുമതി, എന്ത് പറ്റി? മീനാക്ഷിക്ക് വീണ്ടും പനിയാണ്. നമ്മൾ രാവിലെ പനിയുടെയും ചുമയുടെയും മരുന്ന് കൊടുത്തു വിട്ടതല്ലേ, എന്നിട്ടും പനിയാണോ? നമുക്കൊന്ന് ആശുപത്രി മാറ്റി കാണിച്ചാലോ? നമ്മൾ ചെറുപ്പം മുതലേ അവളെ അവിടെയല്ലേ കാണിക്കുന്നത്. ഈ വട്ടം കൂടി നോക്കിയിട്ട് കുറഞ്ഞില്ലെങ്കിൽ വേറെ ആശുപത്രി മാറി കാണിക്കാം. എങ്കിൽ രാജുവേട്ടൻ പെട്ടെന്ന് പോയി റെഡിയാകാം. ഞാനും റെഡിയാകാം. ഞാൻ പെട്ടെന്ന് റെഡിയാകാം. പിന്നെ കുമാരന്റെ ഓഫറുകളൊന്നും ഈയിടെ കാണുന്നില്ലെന്ന് ഒന്ന് ഓർമ്മിച്ചേരെ. ഹലോ കുമാരേ, നീ എന്താ അകത്തേക്ക് ആ കുമാരേ, പുതിയ വല്ല ഓഫറുകളുണ്ട് കൊടുത്താൽ ഇന്ന് നിനക്ക് കോളാം. പിന്നെ വല്ലപ്പോഴും നമ്മളെ കാത്തും കേട്ടോ. ചേച്ചിയെ ഞാൻ ഓർക്കാതിരിക്കുവോ? ചേച്ചിന്റെ മുത്തല്ലേ? നീ ചെല്ല്. നമസ്കാരം സാർ.
ആശുപത്രിക്ക് വന്ന പനിയുടെ ചുമയുടെ മരുന്ന് അത്ര ഇല്ലല്ലോടോ. സാറിന്റെ പരാതി ഞാൻ തീർത്തുതരാം. അതുപോലെ ഒരു കിട്ടില്ല ഓഫർ കേട്ടാ ഞാനിന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. ആ പറ കുമാരെ കേക്കട്ടെ. സാർ സാറേ, ഞങ്ങളുടെ കമ്പനിയിലെ ഏറ്റവും പുതിയ മെഡിസിൻ ആയിട്ട് പനിയും ചുമയുടെ കുട്ടികൾക്ക് ഒരു 200 എണ്ണം എഴുതിയാൽ അടുത്ത ഞങ്ങളുടെ താഴെ ടൂറിൽ സാറിന്റെ പേരും ഉണ്ടാകും. ഇത് വല്ല കുഴപ്പമുള്ളതാണോ കുമാരൻ? യാതൊരു കുഴപ്പമില്ല. പിന്നെ ഒറ്റ കാര്യം മാത്രം, സാർക്ക് ഡോസ് കൂട്ടിങ്ങ കൊടുത്തേരെ ഒരു എഫക്റ്റിന്. അത് സമ്മതിച്ച് കൊടുക്കേണ്ടത്. ആശുപത്രിയിലെ ഈ മാസത്തെ ടാർഗറ്റ് ആയിട്ടില്ല കേട്ടോ. അടുത്ത ഡോക്ടർ, ഈ മരുന്നിന്റെ ഫലത്തിൽ യാതൊരു അർത്ഥമില്ലാത്ത അങ്ങനെ ചെയ്യുന്നത് ഡോക്ടറെ മാടി മാടി വിളിക്കും. നമുക്ക് നോക്കണ്ടേ ഡോക്ടർ? വേണ്ട ഡോക്ടർ, അങ്ങനെ ചെയ്യുന്നത്. ഇതൊക്കെ ആർക്ക് വേണം? ഇന്നത്തെ ലോകത്ത് ഒന്നിനു മാത്രമേ വിലയുള്ളൂ, പണം. അതില്ലാത്തവനോ വെറും പീണം. നിങ്ങൾ എഴുതി ഡോക്ടറെ, നമുക്കങ്ങ് ആഘോഷിക്കാം. എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല. പിന്നെ മരുന്ന് ഞാൻ എഴുതിക്കോളാം, പക്ഷേ നമ്മുടെ ഓഫർ മറക്കരുത്. തീർച്ചയായും സാർ, മരുന്ന് ഞാൻ ഫാർമസിയിൽ കൊടുത്തേക്കാം. ഒരു സാമ്പിളിന് ഇത് ഇവിടെ ഇരിക്കട്ടെ. അപ്പൊ നമുക്ക് കാണാം കുമാരൻ. ഓക്കെ സാർ. ഇതുവരെ കുറഞ്ഞിട്ടില്ല. മീനാക്ഷിക്ക് പഠിക്കുന്നുണ്ടല്ലോ. മീനാക്ഷി ഒരു പ്രശ്നം കേട്ടെ. കൈ നീട്ടിക്കേ മീനാക്ഷി. ഈ മരുന്ന് ഈ കുട്ടിക്ക് കൊടുത്തോളൂ. ഞാനിത് പുറത്തു പോയിട്ട് വരാം. കുട്ടിയെ കിടത്തിക്കോളൂ. ചേട്ടാ, കുട്ടിക്ക് പറഞ്ഞോ? ശരി. എനിക്ക് തല കറങ്ങുവാമേ. എഴുതിയിട്ട് തിരുത്താമോ? അതൊക്കെ മോളെ. ഒന്നുമില്ല മോളെ. അമ്മേ, ഒന്നുമില്ല മോളെ. ഇത് കണ്ടല്ലേ ഇട്ട് കയറുവാമേ. അമ്മേ, സിസ്റ്ററെ, ഒന്ന്